അല്ല ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ നീക്ക് എല്ലാം കൂടെ തുറിച്ചു നോക്കണത്തിന്. അച്ഛൻ അപ്പൂപ്പന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഗോളായി പോവാണ്. പിന്നെ അങ്ങനെ ശ്രദ്ധ പിടിച്ച് പറ്റി കഴിഞ്ഞാൽ അതിന്റെ ഏക്കർ കണക്കിന് എനിക്ക് എഴുതി തരണം. അതെന്തായാലും പറയും. ആർക്കും ഒന്നും കൊടുക്കാത്ത നിധി കാക്കുന്ന ഭൂതമാണ് എന്റെ അച്ഛനെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ഉറപ്പായും പറയും. ആവശ്യമില്ലാത്ത വർത്തനം പറയണല്ല, ഞാൻ തമാശ പറഞ്ഞില്ലേ. ഇപ്പൊ തമാശ. അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞായിരുന്നു, എന്നെ ഇവിടെ അടുക്കള കയറ്റിയിരുത്താതെ വല്ല പഠിച്ച് ജോലിക്കും വിടാൻ. ആരെങ്കിലും പിടിച്ചിരുത്തിയത് തന്നെ ഇവിടെ അടുക്കളയില്? സ്വയം കയറി ഇവിടെ ഇരിക്കാല്ലേ പഠിക്കാൻ മടിയായിട്ട്? അമ്മ ഇതിപ്പോ സംഭവിക്കാൻ പോണ എന്താണെന്നറിയൂ? നമ്മൾ ചേച്ചിയെ പഠിക്കാൻ പോലും വിടാതെ ഇവിടെ വീട്ടിൽ പിടിച്ചിരുത്തി ചേച്ചിയുടെ ആദായം മൊത്തം നമ്മൾ ഊറ്റിയെടുക്കണമെന്നുള്ളൊരു ചീത്തപ്പേര് നമുക്കുണ്ടാവും. അതുണ്ടാവില്ല. പിന്നീട് കാലത്ത് എവിടെ തന്നെ പറയുകയും ചെയ്യും, എവിടെ തന്നെ പറയുകയും ചെയ്യും, എവിടെ വീട്ടിൽ പിടിച്ചിരുത്തി എവിടെ ആദായം നമ്മൾ എടുക്കണം. കറക്റ്റ് അച്ഛന്റെ സ്വഭാവമാണ് ആ കാര്യത്തില്. എന്തായാലും മാമ വന്നത് ഭാഗ്യമായി. നീ മാമി കൂടെ വന്നിരുന്നെങ്കിൽ എന്റെ അപ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും പോയി. അതെന്താ ആലോചിക്കാൻ പറ്റാത്ത? അതെന്താ ആലോചിക്കാൻ പറ്റാത്ത? ആലോചിക്കാൻ സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് ആലോചിക്കാൻ പോലും പോയി. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടാ, നീക്ക് നിന്റെയൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ മാമൻ്റെ പൊക്കെയൊക്കെ പറഞ്ഞല്ലേ, ഞാൻ ഇവിടെ എടുത്തോണ്ടത് എൻ്റെ കാര്യം പറയുന്നത്. നിങ്ങളാരും നിങ്ങളങ്ങ് പൊക്കി പറയണമായിരുന്നു. ഞാൻ പഴയതുപോലൊന്നും അല്ലല്ലേ പറയുന്നത്. ഞാൻ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഞാൻ വലിയൊരു എഞ്ചിനീയർ കീഴിൽ വർക്ക് ചെയ്യാണ്, ഇപ്പോൾ ധാരാളം പണിയുണ്ട്, സമയമില്ല എന്നൊക്കെ പറയുന്നത്. എനിക്ക് കുറ്റങ്ങൾ പറഞ്ഞു വരുന്നതൊക്കെ വലിയ താല്പര്യമാണല്ലോടാ, നല്ല കാര്യം പറയാൻ പറ്റില്ലോടാ. അല്ലാതെ അപ്പൂപ്പന് ഓൾറെഡി അറിയാവുന്നല്ലോ അച്ഛൻ സൂപ്പർവൈസ് ആയ കാര്യം. അറിയാമല്ലോ, അതേ പക്ഷേ നിങ്ങൾക്ക് അത്ര മൈൻഡില്ലല്ലോ, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് പണി കിട്ടിയ കാര്യം അത് ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇതുവരെ. ഞാൻ അതല്ല അച്ഛൻ ആലോചിക്കണത്, അവിടെ സംസാരിക്കുന്ന ഇടയില്ലേ അപ്പൂപ്പൻ പറഞ്ഞില്ലേ വിളിക്കേണ്ട ആള് വിളിച്ചിട്ടാണ് അപ്പൂപ്പൻ ഇവിടെ വന്നേന്ന് പറഞ്ഞോലെ. അങ്ങനെ ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ അന്നേരം അതങ്ങ് വിട്ടുപോയല്ലേ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എടാ ഡിജിറ്റലെ സത്യം പറ, അപ്പൂപ്പന് മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി നീ അല്ലടാ വിളിച്ചു വരുത്തിയത്? ചേച്ചി മനസ്സാവാച കർമ്മ അറിയാത്ത കാര്യമാണ് കേട്ടാ. മോളെ ഓ അച്ഛാ കഴിക്കാറുണ്ട് കൊടുക്കും മോളെ. ദോശ ഉണ്ട് അച്ഛാ. എപ്പോ നോക്കിയാലും നിന്റെ അടുക്കളയിൽ ദോശ കാണും അല്ലേ മോളെ? മാമന് അടുത്ത് ചിരിക്കാനും തുടങ്ങി ആണോ ഈ ദോശ ചിരിക്കാതെ അച്ഛാ അച്ഛൻ ഓഫീസിൽ പോണില്ല അച്ഛാ? എടാ പോണോടാ, ഞാൻ പോകാൻ നേരത്താണല്ലോ മാമ വന്നത്. എന്റെ എഞ്ചിനീയേഴ്സ് വെയിറ്റ് ചെയ്യില്ലേ. അപ്പൂപ്പനൊരു കാര്യം അറിയൂ? അച്ഛനെ ഇപ്പം വലിയൊരു ബിൽഡേഴ്സ് ഗ്രൂപ്പിന്റെ മെയിൻ എഞ്ചിനീയറാ, അല്ല മെയിൻ സൂപ്പർവൈസറാ. അത് തന്നെ മെയിൻ സൂപ്പർവൈസറാണ്. അച്ഛനാണ് അവിടുത്തെ എല്ലാ കാര്യം നോക്കണേ. അച്ഛാ ബാലുവിന്റെ കൈകളിലൂടെ ലക്ഷങ്ങളാണ് ഇപ്പൊ മറിഞ്ഞു 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 പോണേ. എന്നിട്ട് വീട്ടിലോട്ട് വല്ല കാര്യമായിട്ട് തരുന്നുണ്ടോ മോളെ? പണ്ടത്തേക്കാൾ ഭേദമാണ് അച്ഛാ. പെണ്ണുങ്ങളല്ല അമ്മ, എത്ര കൊടുത്താലും ആക്രാന്തം അല്ല മതിയാവൂല, കിട്ടിയല്ലേ ചെലവ്. പെണ്ണുങ്ങൾ മാത്രമല്ലടാ, ചില ആണുങ്ങളും അങ്ങനൊക്കെ തന്നെയാ. നീ ഇപ്പൊ വലിയ കമ്പനിയില് നിന്റെ പഴയ കളിതമാശ ഒന്നും അവിടെ എടുത്തേക്കരുത്. അല്ല തമാശ എഞ്ചിനീയേഴ്സ് ആസ്വദിക്കുന്നുണ്ടോ അമ്മ? അല്ലടാ ഈ സൂപ്പർവൈസർ എന്നൊക്കെ പറയുമ്പോഴേ നിനക്ക് ആ മേഖലയിൽ വല്ല അറിവുണ്ടോടാ? അല്ല എനിക്ക് എല്ലാ മേഖലയെ പറ്റിയും സാമാന്യ ഒരു അറിവുണ്ടല്ലോ അമ്മ. അതാ കുഴപ്പം. മോളെ ദോശ എടുക്ക്. ഊതിയുള്ള സംസാരം. ഏയ് നീ എന്തോന്ന് പറഞ്ഞ? നിന്റെ അച്ഛൻ എന്തോ ചോദിച്ചത്? വീട്ടിലേക്ക് വല്ലതും തരുവാണോ ചോദിച്ചപ്പോ നീ എന്തോ പറയുന്നത്? പഴയനേക്കാൾ ഭേദം വന്നാ? നീ നോക്കിക്കോട്ടെ, 5 പൈസ ന്യായപ്പ തരൂല, തീർന്നു കേട്ടാ. എന്റെ കഞ്ഞി ഞാൻ തന്നെ പാറ്റിട്ട്